നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ആഭ്യന്തര വാഴയെ ചൂണ്ടുവിരലിൽ നിർത്തി വിറപ്പിച്ചു. തോളത്ത് നക്ഷത്രം കൂടുതലുള്ളവന്മാരെ കൂസാതെ നട്ടല് നിവർത്തി നിൽക്കുന്ന ഒരു മിടുക്കൻ. കൈക്കൂലി തരുന്നവന്റെ കാല് നക്കുന്ന കാക്കിക്കാരുടെ കൂട്ടത്തിൽ കൂട്ടണ്ട. ഇട്ടിരിക്കുന്ന കാക്കിയോട് കൂറുള്ള ഒരുത്തൻ. ഉന്നത പോലീസുകാർ പണി തരും എന്നറിഞ്ഞിട്ടും ആഭ്യന്തര മന്ത്രിക്ക് പോലീസിലെ നെറികെട്ട കൂട്ടത്തിന്റെ ചെറ്റത്തരങ്ങൾ തുറന്നെഴുതി. അങ്ങനെ ഒരു കൂട്ടം നെറികെട്ടവന്മാരെ തുറന്നു കാട്ടിയതിന് ആഭ്യന്തരമന്ത്രി കൊടുത്ത സമ്മാനം സസ്പെൻഷൻ. പിണറായി, നിങ്ങൾ ഇരട്ടച്ചങ്കനല്ല, ഓട്ടച്ചങ്കൻ. സസ്പെൻഷൻ അടിച്ചുകൊടുത്ത പിണറായിക്ക് അതേ നാണയത്തിൽ മറുപടി കൊടുത്തു ഈ മിടുക്കൻ. ആറന്മുള പോലീസ് സ്റ്റേഷനിലെ സിവിൽ പോലീസ് ഓഫീസർ ഉമേഷ് വള്ളിക്കുന്നിനെ അറിയാത്തവർ ഇപ്പോൾ ഉണ്ടാകില്ല. സേനയിലെ പുഴുക്കുത്തുകളെക്കുറിച്ച് പിണറായിക്ക് കത്തെഴുതിയതിന് പണി കിട്ടിയ പോലീസുകാരൻ. മെയ് 27 മുഖ്യമന്ത്രിക്ക് എഴുതിയ കത്താണ് നടപടിക്ക് കാരണമായിരിക്കുന്നത്. മേലുദ്യോഗസ്ഥരെ വളരെ മോശമായ രീതിയിൽ ചിത്രീകരിച്ചുകൊണ്ട് പോസ്റ്റ് ഇട്ടുവെന്നാണ് ആക്ഷേപം വരുന്നത്. ഗുണ്ടകൾക്കെതിരായ ആഗ് പദ്ധതിയെയും പോലീസ് ഉദ്യോഗസ്ഥരെയും കുറിച്ച് വസ്തുതയ്ക്ക് നിരക്കാത്ത ആരോപണം ഉന്നയിച്ചുവെന്നും സസ്പെൻഷൻ ഉത്തരവിൽ പറയുന്നുണ്ട്. പിണറായിയുടെ ശിങ്കിടികളായ പോലീസുകാരെ കുറിച്ച് പരാതിപ്പെട്ടാൽ പിന്നെ നടപടി ഉണ്ടാകുമല്ലോ. സ്വന്തം വകുപ്പിനെ കുറെ ഗുണ്ടാ പോലീസാണ് ഭരിക്കുന്നത്. പോലീസിലെ ഒരു പറ്റം നെറികെട്ട സംഘത്തെയാണ് ഉമേഷ് തുറന്നു കാട്ടിയത്. ഉമേഷിനെതിരെ നടപടിയെടുത്തതിൽ ഇപ്പോൾ പ്രതിഷേധം ശക്തമാകുകയാണ്. മുഖ്യമന്ത്രിക്ക് അയച്ച കത്തിലെ ചില പ്രസക്ത ഭാഗങ്ങൾ നോക്കാം. അങ്കമാലിയിൽ ഗുണ്ടാവിരുന്നിൽ പങ്കെടുത്ത ഡിവൈഎസ്പിയെയും കൂട്ടിനു പോയ 3 പോലീസുകാരെയും പൊക്കിയ വാർത്ത കണ്ടു. 2 പോലീസുകാരെ സസ്പെൻഡ് ചെയ്ത വാർത്തയും കണ്ടു. കക്കൂസിലൊളിച്ച ഡിവൈഎസ്പിക്കും 3ാമത്തെ പോലീസുകാരനും സസ്പെൻഷൻ കൊടുക്കാതെ നിവർത്തിയില്ലാത്തതുകൊണ്ട് അതും വരും. തുടർച്ചയായ ഗുണ്ട ആക്രമണങ്ങൾ ഉണ്ടായ പശ്ചാത്തലത്തിൽ ഓപ്പറേഷൻ ആഗ് എന്ന പേരിൽ വലിയൊരു പരിപാടി ഗുണ്ടകളെ ഒതുക്കാനായി സംസ്ഥാനമൊട്ടാകെ നടത്തുമ്പോഴാണ് ഡിവൈഎസ്പിക്ക് ഗുണ്ടയുടെ വീട്ടിൽ വിരുന്നൂട്ട്. ഈ സംഭവത്തിൽ നടപടി ഉറപ്പാക്കിയതിന് അഭിനന്ദനങ്ങൾ. എന്നാൽ ഇത് ആദ്യത്തെയോ അവസാനത്തെയോ ഗുണ്ടാ വിരുന്നാണെന്ന് അങ്ങ് കരുതരുത്. ഗുണ്ടകളുടെ അമേദ്യം അമൃതായി കരുതുന്ന അണ്ണന്മാർ ഇനിയുമുണ്ട്. അതാരൊക്കെയാണെന്ന് DGPയോ അങ്ങ് ബന്ധപ്പെടുന്ന ഉന്നതന്മാരോ അങ്ങയെ അറിയിക്കണമെന്നില്ല. അവർക്കും അറിയണമെന്നില്ല. താഴോട്ട് അന്വേഷിപ്പിൻ, കണ്ടെത്തും. അങ്ങയുടെ വകുപ്പിലെ കള്ളന്മാരെ അങ്ങ് അറിയുന്നുണ്ടോ? വകുപ്പിനകത്തെ ഗുണ്ടകളെ, ഗുണ്ടകളുടെ പാദസേവകരെ, സേനയുടെ അന്തസ്സും അഭിമാനവും വിറ്റ് കാശാക്കി സേനാംഗങ്ങൾക്ക് ശരിയായ സന്ദേശം നൽകുന്നവരെ, അങ്ങയുടെ വകുപ്പിലെ ആത്മഹത്യകളുടെ പെരുപ്പം അങ്ങ് അറിയുന്നുണ്ടോ? അതിന്റെ കാരണം അറിയുന്നുണ്ടോ? അവരുടെ കുടുംബങ്ങളെ അറിയുന്നുണ്ടോ സാർ? ഗുണ്ടകളുടെയും കൊള്ളക്കാരുടെയും കഞ്ചാവ് കച്ചവടക്കാരുടെയും ശിങ്കിടികളുടെ കീഴിൽ ജോലി ചെയ്യേണ്ടി വരുന്ന ആത്മാർത്ഥതയുള്ള ഉദ്യോഗസ്ഥരുടെ ആത്മസംഘർഷത്തെക്കുറിച്ച് അങ്ങേക്ക് അറിയാമോ? ആത്മനിന്ദയെക്കുറിച്ച് അടിമകളില്ലാത്ത 10 പോലീസുകാരെ വിളിച്ച് അതൊന്നറിയാൻ ശ്രമിക്കുമോ സാർ? ഇത് അങ്ങയുടെ മുൻപിൽ എത്തില്ലായിരിക്കാം. അങ്ങ് ഇത് വായിക്കില്ലായിരിക്കാം. പകരം ഇത് വായിക്കുന്ന അങ്ങയുടെ ഓഫീസ് എന്നെ പിരിച്ചുവിടാനുള്ള നടപടികൾ എളുപ്പത്തിലാക്കുമായിരിക്കും. അതിനും മുൻപേ പോലീസ് മേധാവിമാർ നടപടിയെടുത്ത് കൂറ് തെളിയിക്കും. എൻ്റെ സർവീസ് മാത്രമല്ല, ജീവിതം തന്നെ അവസാനിപ്പിച്ചേക്കും. പക്ഷേ ഇത് വായിക്കുന്ന മനുഷ്യരിൽ ആരെങ്കിലും നാളെ ഈ വകുപ്പിനെ നയിക്കാനെത്തും. ഒരു പൊടിക്കെങ്കിലും സേനയെ മനസ്സിലാക്കാൻ അവർ ശ്രമിക്കും. നെല്ലും പതിരും വേർതിരിക്കാനായില്ലെങ്കിലും രണ്ടും തിരിച്ചറിയാനെങ്കിലും അവർക്ക് സാധിക്കും.